ഹലോ ഗൈസ്, ഞാനിന്നൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഒരു പനിയും കൊണ്ട് വന്നു. പിന്നെ ഈ വീട്ടിലെല്ലാവർക്കും പനി വന്നു. ഫസ്റ്റ് അവന് വന്നു, പിന്നെ എനിക്ക് വന്നു, പിന്നെ അമ്മക്ക് വന്നു, പിന്നെ അച്ഛന് വന്ന് അച്ഛൻ ഹോസ്പിറ്റലൊക്കെ ആയി. പിന്നെ അച്ഛന് പിന്നെ മര്യാദക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റാതായി. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയില്ല. അപ്പോൾ പിന്നെ ഇന്ന് വിചാരിച്ചു ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. പിന്നെ വഴിയിൽ നല്ല കുറേ കാഴ്ചകളുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതുപോലെ നല്ല പുഴയൊക്കെ കണ്ടപ്പോൾ നല്ല രസം. അപ്പോൾ ഒരു തോന്നല് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ, ഫോട്ടോയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി. എന്നിട്ട് അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ് അവിടെ. പിന്നെ ഞാൻ വണ്ടിയിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ ചെറായി ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചിലേക്ക് പോയി. അതും ചെറായി ബീച്ചിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കടപ്പുറമാണ് ഗൈസ്. അവിടെ ഇത്തിരി തിരക്ക് കുറവാണെന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇവിടെ അധികം തിരക്കില്ല ഗൈസ്. തിരക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്തായാലും ഇല്ല, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. വീഡിയോയിലൊക്കെ ആണെങ്കിലും അമ്മ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, അധികം അങ്ങനെ ആരോടും സംസാരിക്കുന്ന സ്വഭാവമില്ല. വളരെ കുറച്ച് പേരും അതും കുറച്ചായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സംശയമാണ്. പക്ഷേ നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പൂന് ബീച്ചിലിറങ്ങാൻ നല്ല പേടിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ കൈയൊക്കെ പിടിച്ചാണ് അവൻ നിന്നത്. സാധാരണ എൻ്റെ വീട്ടിൽ അവനൊരു വിലയില്ലാത്തതാണ്. പക്ഷെ ബീച്ചിലൊക്കെ വരുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടൊക്കെയാണ് നിൽക്കാറ്. പിന്നെ അതേ പേടിച്ച് എൻ്റെ കൂടി ഇവൻ മിക്കവാറും വലിച്ച് താരിയിടും. ഞാനും പേടിച്ചാണ് നിൽക്കണത്. ഇത് കണ്ട, ഇതാണ് അവസ്ഥ. നേരത്തെ ഒരവണ എന്നെ തള്ളിയിടാൻ നോക്കി ഗൈസ്, പക്ഷെ ഞാൻ വീണില്ല. അവന് വീഡിയോ എടുക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനൊന്നും അവനറിയാതെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ ഇപ്പം തന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടട്ടെ, ഇപ്പം തന്നെ കൈ വിടും നോക്കും. കൈ വിട്ടു ഗൈസ്. ഇതാണ് അവന് വീഡിയോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എങ്ങാനും എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എനിക്കിട്ട് നല്ല കിട്ടും. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ എൻ്റെ തലക്കിട്ട് പഠിച്ച് അവൻ്റെ പേരും പറഞ്ഞെന്നും പറഞ്ഞു. പിന്നെ കുറേ നേരം അവിടെ കടലിൻ്റെ തീരത്തൊക്കെ നിന്ന് കാറ്റും കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇവിടം വരെ വന്നല്ല, അപ്പോൾ നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, കുറേ നാളായല്ലോ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറവൂരേക്ക് ഏതെങ്കിലും ഒരു കടയിലേക്ക് പോകണം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു കടയിലേക്ക് കയറി. അപ്പോൾ ഇവിടെ അച്ഛനവിടെ എന്താ വാങ്ങണമെന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേസ്. ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫേസും മറിച്ചിരിക്കുന്നുണ്ട് ഗേസ്. അവന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത അൽഫാം മന്തി ആയിരുന്നു. അത് വന്നിട്ടുണ്ട് ഗേസ്. അവിടെ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടുക്കണം. ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളെല്ലാവരും പ്ലേറ്റിലൊക്കെ ഇട്ട് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നത്. പിന്നെ രാത്രി ആയല്ലോ. അപ്പം ഞാൻ അവിടെ അമ്മയുടെ മേത്തൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.